വളരെ സിമ്പിളായിട്ട് ഈ അടപ്പൻ്റെ വശം കട്ടാവുന്ന കണ്ടോ സിമ്പിൾ സോൾഡറിങ് ആണ്. ഹായ് ഫ്രണ്ട്സ്, വില്യ ട്രാവൽടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്യാസ് ലൈറ്റർ കൊണ്ട് സോൾഡറിങ് ആണ്, ഒരു പ്ലാസ്റ്റിക് കട്ടർ നമുക്ക് എങ്ങനെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഒരു സിമ്പിൾ സോൾഡറിങ് ആണ്, സിമ്പിൾ പ്ലാസ്റ്റിക് കട്ടർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ലൈറ്റർ, ഐസ്ക്രീം സ്പൂണ്, ഒരു കോപ്പറിൻ്റെ കമ്പി. ഇത് നമ്മുടെ എർത്ത് കേബിളിനൊക്കെ കൊടുക്കുന്ന കമ്പിയാണ്, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു നൈഫിൻ്റെ ബ്ലേഡ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ലൈറ്റർ എടുത്തിട്ട് ലൈറ്ററിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക. കണ്ടോ, ഇതേപോലെ ഒട്ടിക്കുക. ഫ്രണ്ട്സ്, അതിനുശേഷം ഈ കോപ്പർ കമ്പിയില്ലേ, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. കണ്ടോ ഫ്രണ്ട്സ്, അതിനുശേഷം ഈ കോപ്പർ കമ്പിയുടെ അറ്റയില്ലേ, ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുക. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, കോപ്പർ കമ്പിയുടെ അറ്റ ഇങ്ങനെ വൺ സൈഡായിട്ട് ഉരച്ചെടുക്കുക. കണ്ടോ ഫ്രണ്ട്സ്, അതിനുശേഷം ഈ സ്പൂണിൻ്റെ മുകളിൽ ഈ ബെൻഡ് ചെയ്ത കോപ്പർ കമ്പി ഇതേപോലെ സെറ്റ് ചെയ്യുക. കണ്ടോ, എന്നിട്ട് നമുക്ക് സ്വല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേളിൽ കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ വേറൊരു സ്പൂൺ വയ്ക്കുക ഇങ്ങനെ. ഫ്രണ്ട്സ്, അതിനുശേഷം ഇതിൻ്റെ മേളിൽ ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഫ്രണ്ട്സ്, ഇൻസുലേഷൻ ടേപ്പ് ഇതേപോലെ ചുറ്റുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആകും, ഇളകി പോകില്ല. ഇത് കണ്ടോ, ഈ കമ്പി ഇങ്ങനെ ബെൻഡ് ചെയ്യണ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വരിക. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സിമ്പിൾ സോൾഡറിങ് ആണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ കത്തിക്കുമ്പോൾ ഈ കമ്പി ചൂടാകുകയും നമുക്ക് ഇതിൻ്റെ അറ്റത്ത് സോൾഡർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. കണ്ടോ, സിമ്പിൾ സോൾഡറിങ് ആണ്. ഫ്രണ്ട്സ്, കണ്ടില്ലേ, വളരെ നന്നായിട്ട് സോൾഡറിങ് അയക്കണത്. എങ്ങനെയുണ്ട് സിമ്പിൾ സോൾഡറിങ്? കൊള്ളാമല്ലേ ഫ്രണ്ട്സ്? പ്ലാസ്റ്റിക് കട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിലെ ബ്ലേഡ് റിമൂവ് ചെയ്തെടുക്കാം. ഐസ്ക്രീം സ്പൂണിൽ സ്വല്പം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ലൈറ്ററിൽ ഇങ്ങനെ ഒട്ടിക്കുക. ഇതിൻ്റെ മേലിലും സ്വല്പം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ബ്ലേഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബ്ലേഡിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലിൽ ഒരു ഐസ്ക്രീം സ്പൂൺ വെക്കുക. സോൾഡറിങ് ആയാലും നമ്മൾ താഴത്തും മേളിലും വെച്ചേക്കണേന്ന് പറഞ്ഞാൽ ഇത് ചൂടാകുന്ന ടൈമിൽ നമ്മുടെ കൈ പൊള്ളുകയോ ഈ പ്ലാസ്റ്റിക് ഉരുകയോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ്. നമുക്ക് സ്വല്പം സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇൻസുലേഷൻ ചുറ്റി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കട്ടർ റെഡിയായി. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിച്ച് കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചൂടാക്കേണ്ട കാര്യമില്ല, അല്ലാതെ എളുപ്പം കട്ട് ചെയ്യാൻ പറ്റും. ഇച്ചിരി കനം കൂടിയ പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ ബ്ലേഡ് ഒടിഞ്ഞു പോകും. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഈ അടപ്പൻ്റെ വശം കട്ടാണെന്ന് കണ്ടോ. കണ്ടോ, ഈ ഒരു ഭാഗം വളരെ സിമ്പിളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത്. കാര്യം നേരെ മറിച്ച് ഇത് സാധാ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, കാര്യം പെട്ടെന്ന് ഒടിഞ്ഞു പോകും.
അപ്പോൾ ഈ വീഡിയോ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.